blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ സ്പെഷ്യൽ സീരീസ് സൂയിസൈഡ് സൊല്യൂഷൻസ്. കഴിഞ്ഞ എപ്പിസോഡുകൾ എല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടി കണ്ടു. അതിലെ പ്രധാന കാര്യങ്ങളെല്ലാം കുറിച്ചെടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡും എല്ലാവർക്കും ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ എന്ന് ഉള്ളിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് KM ജോസഫ് ആൻഡ് സറാമ ജോസഫാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സമയങ്ങളാണ് ഇനിയുള്ളത്. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസർക്കായി അവരുടെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, KM ജോസഫിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ വൈഫ് സാറമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം നൽകണമേ. BP പ്രോബ്ലം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ബ്രോങ്കൈറ്റിസ് സൗഖ്യമാകട്ടെ. മകൾ സിബിക്കായി പ്രാർത്ഥിക്കുന്നു. ഹസ്ബൻഡ് വിനുവിനായി പ്രാർത്ഥിക്കുന്നു. മകൻ മെൽവിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, തൻ്റെ സ്റ്റഡീസും കർത്താവ് തനിക്ക് നല്ലൊരു ക്യാരക്ടറും യേശുവിൽ അങ്ങ് കൊടുക്കുമാറാകണമേ. അതുപോലെ കർത്താവെ, സിബു ജോസഫിനായി പ്രാർത്ഥിക്കുന്നു. നാളെ കർത്താവെ തൻ്റെ ബർത്ത്ഡേ ആണല്ലോ. അങ്ങയുടെ നാമത്തിൽ എല്ലാ ബർത്ത്ഡേ ബ്ലെസ്സിങ്സും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പകർന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ വൈഫ് ബിന്ദുവിനെ അനുഗ്രഹിക്കുന്നു. മകൻ വിവിയനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ സ്റ്റഡീസിനും കർത്താവ് നല്ലൊരു ക്യാരക്ടറിനുമായി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചു തന്നെ അനുഗ്രഹിക്കുന്നു. ഫാദറിനായി പ്രാർത്ഥിക്കുന്നു. ജോസഫിനെ കർത്താവ് അങ്ങയുടെ നാമത്തിൽ ജോസഫ് മാത്യുവിനെ അനുഗ്രഹിക്കുന്നു. ആരോഗ്യം നൽകണമേ. കർത്താവ്, ഈ കുടുംബത്തോട് ബന്ധപ്പെട്ട സകല അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്ക് ഈ കുടുംബം മുഖേന കർത്താവെ അനുഗ്രഹങ്ങൾ അങ്ങ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തിൽ കർത്താവെ, ഇവരെല്ലാവരും ചേർത്ത് ഞങ്ങൾ എല്ലാവരും ചേർന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. Many happy returns of the day, Sibu Joseph. Our birthday blessings and wishes in advance. Thank you for sponsoring today's episode. God bless you. സൂയിസൈഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ പരമ്പരയുടെ 4ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത്. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായിട്ട് ആദ്യത്തെ എപ്പിസോഡിൽ ആത്മഹത്യയെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതെ, സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനകത്ത് വേൾഡ് വൈഡ് ആയിട്ടുള്ളത്, ഇന്ത്യയിലുള്ളത്, കേരളത്തിലുള്ള കണക്കുകളൊക്കെ പറഞ്ഞിരുന്നു. പിന്നീട് ഇന്നലെ നമ്മൾ കണ്ടത്, ദൈവം നാം ജനിക്കുവാൻ വേണ്ടി ദൈവം ഒരു കാലം നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ മരിക്കാൻ ഒരു കാലം ദൈവം വെച്ചിട്ടുണ്ട്. അതിനു മുൻപ് ചാടിക്കയറി ആരും മരിക്കരുത്. കാരണം ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം. ഈ ശരീരത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമുക്കല്ല, അത് ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെ സ്വന്തമാണ് ഈ ശരീരം. അതുകൊണ്ട് നാം ആത്മഹത്യ ചെയ്യുമ്പോൾ ഈ ശരീരത്തെ നാം ദൈവ പദ്ധതിക്ക് അപ്പുറമായിട്ട് നാം മാറ്റിക്കളയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയിൽ നാം ഒരിക്കലും മാറരുത്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ഭാവിയുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. ദൈവത്തിന് നമ്മെക്കുറിച്ച് നന്മയ്ക്കായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. അത് നാം വിശ്വസിക്കണം. ദൈവത്തിന് എന്നെക്കുറിച്ച് പദ്ധതി ഉണ്ടെന്ന് നാം വിശ്വസിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരമെന്ന് കണക്ക് കൂട്ടി നാം ജീവിക്കുമ്പോൾ ദൈവിക അനുഗ്രഹങ്ങളിൽ ദൈവത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് വരും കാലങ്ങളിൽ പ്രശ്നത്തിൻ്റെ നടുവിൽ പോലും നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്നാണ് കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി ബ്രദർ ഡാമിൻ നിങ്ങളോട് സംസാരിച്ചത്. ഇന്ന് നമുക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു പ്രിൻസിപ്പിളിലേക്ക് പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിച്ച് നമുക്കൊന്ന് തുടങ്ങാം. ബൈബിൾ എടുക്കുക. ഇന്ന് നാളെ കേട്ട് കൂടുതൽ നമ്മൾ വചനങ്ങളിലേക്ക് പോകാൻ പോവുക. ആധികാരികമായി ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ ബൈബിളിനെ സാധിക്കും. യോഹന്നാൻ 10-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, മോഷ്ടിക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനുമാണ് കള്ളൻ വരുന്നത്, എന്നാൽ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. റൈറ്റ്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് കള്ളൻ വരുന്നത്, കള്ളൻ എന്നവിടെ ഒരു ഫിഗറേറ്റീവ് ലാംഗ്വേജിൽ യേശു ഉപയോഗിച്ചിരിക്കുന്നത് സാത്താനെ കുറിച്ചാണ്.
അല്ലെങ്കിൽ പിശാചിനെ കുറിച്ചാണ്. കള്ളൻ വരുന്നതിൻ്റെ ലക്ഷ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മോഷ്ടിക്കാനും അറക്കുവാനും മുടിക്കുവാനും. ആദ്യം മുതൽ നമ്മൾ നോക്കി, ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ നോക്കിയാൽ കയീൻ ഹാബേലിനെ കൊല്ലുന്ന ആ രംഗത്തിൽ അവിടെ തുടങ്ങിയോടെ എവിടെയെല്ലാം മരണം നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം സാത്താൻ്റെ ഇൻഫ്ലുവൻസിലാണ് കൊലപാതകങ്ങൾ നടക്കുന്നത്. മരണത്തിൻ്റെ ആ ഇൻഫ്ലുവൻസും എല്ലാം ഇരിക്കുന്നത് സാത്താനിലാണ്. ദൈവം ജീവൻ നൽകുന്നവനും ദൈവം ഉയർപ്പിക്കുന്നവനും ജീവന്റെ ദാതാവും വീണ്ടെടുപ്പുകാരനുമായിരിക്കുമ്പോൾ സാത്താനാണ് മരണം കൊണ്ടുവരുന്നത്. ഇതൊക്കെ എന്തിനാ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ, ശരിക്കും ഈ വചനപ്രകാരം നമ്മൾ ചിന്തിച്ചാൽ കള്ളനായ സാത്താൻ വരുന്നത് കൊല്ലുവാനാണ്. അത് സ്വയം കൊല്ലലാകട്ടെ മറ്റൊരാളെ കൊല്ലുവാനാണ്. യേശു വരുന്നത് എന്തിനാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി അതുണ്ട് എബണ്ടന്റ് ലൈഫ് നൽകാനാണ് യേശു വന്നിരിക്കുന്നത്. യേശു ഭൂമുഖത്ത് വന്ന സമയത്ത് ആരെയും കൊന്നതായിട്ട് അറിവില്ല. ചത്തവരെ ജീവിപ്പിച്ചിട്ടുണ്ട് യേശു, ഉയർത്തെഴുന്നേൽപ്പിച്ച്. കർത്താവ് പുനരുത്ഥാനത്തിന്റെ ആ ശക്തി അല്ലെങ്കിൽ ഉയർപ്പിന്റെ ശക്തി മൃതശരീരങ്ങളിലേക്ക് പകർന്ന് അവരെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ലാസറെ കർത്താവ് ഉയർപ്പിക്കുന്നു, യായിറോസിന്റെ മകൾ ഉയർപ്പിക്കുന്നു, വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നു. ഇവിടെയല്ല യേശു ജീവന്റെ അധികാരിയായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സൂയിസൈഡ് എന്ന് പറയുന്നത്, ആത്മഹത്യ എന്ന് പറയുന്നത് ഒരിക്കലും പ്യൂർലി മാനുഷികമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അവിടെ ഒരു സാത്താന്റെ ഇൻഫ്ലുവൻസ് ഇല്ലാതെ, പൈശാചിക ശക്തിയുടെ പ്രേരണയും സ്വാധീനവും ഇല്ലാതെ ഒരു ആത്മഹത്യ നടക്കുകയില്ല. ആത്മഹത്യ നടന്നിട്ടുള്ള വീടുകളിൽ പിന്നെ ആരും സാധാരണ താമസിക്കാൻ പേടിക്കും. കാരണം എന്താ, അവിടെ എന്തോ ചുറ്റിപ്പറ്റി എന്തോ ഒരു ദുരൂഹത അല്ലെങ്കിൽ എന്തോ ഒരു സാത്താന്യമായ ഞാൻ പറഞ്ഞു വരുന്നത്, സൂയിസൈഡ് ഈസ് നോട്ട് പ്യൂർലി ഹ്യൂമൻ, ഇറ്റ് ഈസ് ഡെവലിഷ്, ഇറ്റ് ഈസ് സൈറ്റാനിക്. അതാണ് ഈ വാക്യത്തിൽ നമ്മൾ മനസ്സിലാകുന്നത്. തീർന്നില്ല, നമുക്ക് അടുത്ത ചില വാക്യങ്ങളിലേക്ക് നമുക്ക് പോകാം. വെളിപ്പാട് പുസ്തകം, ബൈബിളിലെ അവസാനത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ, ബൈബിൾ അവസാനിക്കുന്നതിന് മുൻപ് ഉള്ള ആ ഭാഗങ്ങളിൽ 21-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടവരുടെ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വായിക്കാം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, നീചന്മാർ, കൊലപാതകന്മാർ, വ്യഭിചാരികൾ, ആഭിചാരകന്മാർ, വിഗ്രഹാരാധികൾ എന്നിവർക്കും വ്യാജം പറയുന്ന എല്ലാവർക്കുമുള്ള ഓഹരി ഗന്ധകവും കത്തിയെരിയുന്ന തീപ്പൊയ്യത്തെ. അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന ഭീരുക്കൾ, അതിനുശേഷം ദ അൺബിലീവിങ്, പിന്നെ ദ വൈൽ, ദ മർഡറേഴ്സ്. ആ 3 എണ്ണം എടുത്താൽ, അതായത് കവേർഡിലെ ഭീരുക്കൾ, അവിശ്വാസികൾ, കുലപാതകന്മാർ, ഇത് 3 എടുത്തും ചിന്തിച്ചു നോക്കിയേ. ആത്മഹത്യ ചെയ്യുന്നവർ ധൈര്യശാലികളാണെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അവരുടെ ഭീരുത്വം കൊണ്ടാണ് ജീവിതത്തെ നേരിടാൻ, ഭാവിയെ നേരിടാൻ, പ്രശ്നങ്ങളെ നേരിടാൻ, സാഹചര്യങ്ങളെ നേരിടാനുള്ള കഴിവില്ലായ്മ, ഭീരുത്വം കൊണ്ടാണ് അവർ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നത്. അടുത്തത് അവിശ്വാസികൾ. അവിശ്വാസികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ദൈവത്തിന് എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് കരയേറ്റാൻ സാധിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത് അവിശ്വാസമല്ലേ? പകരം അതിന്റെ പരിഹാരം ഞാൻ തന്നെ നടത്താം, ഇതങ്ങ് തീർത്തേക്കാം. അത് അവിശ്വാസമാണ്. അടുത്തതായി പിന്നെ കുലപാതകന്മാർ. ഇന്നലെയാണെന്ന് തോന്നുന്നു നമ്മൾ പറഞ്ഞു മർഡർ അല്ലെങ്കിൽ കുല ചെയ്യരുത് എന്ന് പറയുമ്പോൾ അതിൽ മറ്റൊരാളെ കൊലപ്പെടുത്തുന്നതും സ്വയം കൊലപ്പെടുത്തുന്നതും എല്ലാം ഇൻക്ലൂസീവാണ്. അപ്പൊ ഈ പട്ടികയിൽ ഇവരാരും ആ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ശക്തമായി അവിടെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. ആത്മഹത്യ ചെയ്യുന്നവർ സ്വർഗത്തിൽ പോകില്ല എന്നല്ല അവിടെ പറയുന്നത്. പക്ഷേ ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഇതിൽ സ്വയമായി ജീവിതം ഒടുക്കുന്നവർ ഈ കാറ്റഗറിയിലെല്ലാം വന്ന് പെടുന്നു. അതുകൊണ്ട് നമുക്ക് തീർച്ചയായും ഒരു കാര്യം ഉറപ്പിക്കാൻ കഴിയും, ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരാള്, നമ്മൾ ബൈബിളിലെ ആദ്യത്തെ ഒരു ലിസ്റ്റ് നമ്മൾ വായിച്ചു, ആത്മഹത്യ ചെയ്തവരുടെ ലിസ്റ്റ്, അവരാരും നേരെ ജീവിച്ചവരല്ല. വെളിപ്പാട് പുസ്തകം 21:8 നമ്മൾ വായിച്ചതിനനുസരിച്ച് ഈ ആത്മഹത്യയൊക്കെ അതിൽപ്പെടുത്താം. എന്നിട്ട് അവിടെ പറയുന്നത്, അങ്ങനെയുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ലെന്ന് മാത്രമല്ല കത്തുന്ന തീപ്പൊയ്കയിൽ വീഴും.
അതത്ര രണ്ടാം മരണം എന്ന് വെച്ചാൽ ഇവിടെ വെച്ച് തീരുന്നില്ല, വീണ്ടും അടുത്ത ഒന്നിലേക്ക് ചെന്ന് വീഴുകയാണ്. പലരും വാദിക്കാറുണ്ട് ആത്മഹത്യയെക്കുറിച്ച് ബൈബിൾ വ്യക്തമായി ഒന്നും പറയുന്നില്ല, കാരണം ബൈബിൾ ഈസ് സൈലന്റ് ഓൺ ദിസ് സബ്ജക്റ്റ്. പക്ഷെ തികച്ചും സൈലന്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്യുന്നവർ നരകത്തിൽ പോകും എന്ന് പറഞ്ഞൊരു വാക്യം ഒരുപക്ഷെ ഇതിൽ നമുക്ക് കാണാൻ സാധ്യമല്ല, ഡയറക്റ്റ് ആയിട്ട് കാണാൻ സാധ്യമല്ല. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം വെച്ച് പഠിക്കുമ്പോൾ, ഒന്ന്, ജീവൻ തന്ന ദൈവത്തിന്റെ ഹൃദയത്തെ തകർക്കുന്ന, ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒന്നാണ് ജീവൻ എടുത്തു കളയുന്നത്. രണ്ട്, ഈ ആത്മഹത്യ ചെയ്യുന്ന വ്യക്തി ചിന്തിക്കുന്നത് തന്നെ സ്നേഹിക്കാൻ ആരുമില്ല, കരുതാൻ ആരുമില്ല, ഇനി പ്രശ്നത്തിന് പരിഹാരമില്ല. പക്ഷെ അവരറിയാതെ അവരെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്, കരുതുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ ഹൃദയങ്ങളെ മുഴുവൻ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ടാണ് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു, അവരെ സ്നേഹിക്കുകയും കരുതുകയും അവരോട് ബന്ധപ്പെട്ടവരെയും അവർ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഈ രീതിയിൽ എല്ലാം വെച്ച് നോക്കുമ്പോൾ ആത്മഹത്യ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു വലിയ ഒരു തെറ്റും ഒരു പാപവും ഒക്കെയാണെന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അപ്പോൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം, അത്രയ്ക്ക് വലുതാണെങ്കിൽ എന്തുകൊണ്ട് ഡയറക്റ്റായി ദൈവം അത് എഴുതി വച്ചിട്ടില്ല? സപ്പോസ് ആത്മഹത്യ ചെയ്യുന്നത് പാപമല്ല, ആത്മഹത്യ ചെയ്യുന്നത് പാപമല്ല, ആത്മഹത്യ ചെയ്താലും സ്വർഗത്തിൽ പോകുന്നൊരു വാക്യത്തിലുണ്ടെന്നിരിക്കട്ടെ, എല്ലാവരും ആത്മഹത്യ ചെയ്യും. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഏതായാലും സ്വർഗത്തിൽ പോകും, നേരത്തെ അങ്ങ് പോയേക്കാം എന്ന് വെച്ചുകൊണ്ട് എല്ലാവരും ചെയ്യും. ആത്മഹത്യ ചെയ്താൽ ഉടൻ നരകത്തിൽ പോകും എന്ന് പറഞ്ഞുകൊണ്ടൊരു വാക്യം ഇതിലുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, അവരോട് ബന്ധപ്പെട്ടവർ, ആത്മഹത്യ ചെയ്തവർ പോയി, ഇനി എന്താണെന്ന് അറിഞ്ഞുകൂടാ, ബന്ധപ്പെട്ടവർ അതോടെ വലിയ പ്രശ്നത്തിലും പ്രയാസത്തിലും ഭയങ്കരമായ അതിദുഃഖത്തിലായി പോകും. ഇതുകൊണ്ട് തന്നെ ആയിരിക്കും ദൈവം വളരെ ബുദ്ധിപൂർവം ഇൻഡയറക്റ്റായി കാര്യങ്ങളെല്ലാം പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞതുപോലെ ഡയറക്റ്റായ ഒരു വാക്യം ഒരുപക്ഷെ ഇതിൽ കണ്ടില്ലെന്നിരിക്കും. പക്ഷെ വളരെ നന്നായി വ്യക്തമായി പരിശുദ്ധാത്മാവിൽ ഈ സബ്ജക്റ്റ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്. ദൈവം ജീവൻ തന്നു, അതിൻ്റെ മേൽ നമുക്ക് അധികാരമില്ല, ഇത് റിവേഴ്സ് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു പാപവും അവരവരോടും മറ്റുള്ളവരോടും ദൈവത്തോടും ചെയ്യുന്ന ഒരു വലിയ പാപമാണ് എന്നുള്ളത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ആത്മഹത്യക്ക് തൊട്ടു മുമ്പുള്ള സമയം, ആ സമയത്ത് ഒന്ന് ശരിയായൊരു വിശ്വാസമുണ്ടെങ്കിൽ ഇതിലേക്ക് പോവില്ല, ശരിയായൊരു പ്രത്യാശയുണ്ടെങ്കിൽ ഇതിന് മുതിരുകയില്ല. മറ്റൊന്ന്, യേശുവുമായുള്ള അല്ലെങ്കിൽ രക്ഷകനുമായുള്ള അയാളുടെ ബന്ധം ആ സമയത്ത് എന്താണ്? ശരിയായി യേശുവുമായി ബന്ധമുള്ള ഒരാൾക്ക് പൂർണ്ണ സമാധാനം ഉണ്ടായിരിക്കും. പൂർണ്ണമായൊരു സമാധാനമുള്ള ഒരാളെ ഈ ആത്മഹത്യക്ക് തുനിയില്ല. അതിൻ്റെ അർത്ഥം ആത്മഹത്യയിലേക്ക് പോകുന്ന ഓരോ വ്യക്തിയും യേശുവുമായുള്ള, ക്രിസ്തുവുമായുള്ള, രക്ഷകനുമായുള്ള ആ ബന്ധം ഡിസ്കണക്റ്റായി ആ സമയത്താണ് ഇതിനു വേണ്ടി മുതിരുന്നത്. അങ്ങനെ ഒരാള് എവിടെ ചെന്ന് അവസാനിക്കും? ക്രിസ്തുവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടൊരു വ്യക്തിത്വം, ക്രിസ്തുവില്ലാത്ത ഒരു ക്രൈസ്റ്റ്ലെസ് ഇറ്റേണിറ്റി, യേശുവില്ലാത്ത ഒരു, യേശു മരിക്കുന്ന സമയത്ത് പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. എന്ന് വെച്ചാൽ ആ പിതാവുമായിട്ടുള്ള ആ ബന്ധം ഒന്ന് നോക്കുക. സോ നമ്മുടെ മരണസമയത്ത് നമ്മൾ നമ്മുടെ ജീവനും നമ്മുടെ ആത്മാവും സകലവും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാണ് ഇവിടുന്ന് വേർപെടുന്നത്. എന്നാൽ ആത്മഹത്യ ചെയ്യുന്ന ഒരാൾ നിരാശയുടെ പടുകുഴിയിൽ ചെന്ന് സകലത്തോടും ലോകത്തോടും മനുഷ്യരോട് സകലത്തോട് കയ്പ് വന്ന് ഇനിയൊരു പ്രത്യാശയ്ക്ക് ഇനി ആരും എന്നെ സഹായിക്കുകയില്ല, അങ്ങനെയുള്ളൊരു വല്ലാത്തൊരു ഡിപ്രഷനിലൊക്കെ ആയിട്ടാണ് മരിക്കുന്നത്. ഇനി അയാൾ ആ സമയത്ത് ഒരു വല്ലാത്തൊരു നരക തുല്യമായ ഒരു മാനസികാവസ്ഥയിലാണ് മരിക്കുന്നതെന്നിരിക്കട്ടെ, ക്രിസ്തു ഇല്ലാതെ പോകുന്നത് കൊണ്ട് യഥാർത്ഥ നരകത്തിലേക്ക് ചെന്ന് വീഴുകയും ചെയ്യും. ഇത് പലപ്പോഴും പലരും ചിന്തിക്കുന്നില്ല. ആത്മഹത്യക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഈ കാര്യം ചിന്തിക്കുന്നില്ല. അവർ വിചാരിക്കുന്നത് ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജീവിതം അങ്ങ് ഒടുക്കി കഴിഞ്ഞാൽ അടുത്ത ഇതിലേക്ക് പോകുന്ന, പരീക്ഷയിൽ തോൽക്കുന്ന കുട്ടികൾ തോൽക്കുമ്പോൾ ചില കുട്ടികൾ ആത്മഹത്യ ചെയ്യുമ്പോൾ പത്ര റിപ്പോർട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്.
പരീക്ഷകളില്ലാത്ത ലോകത്തേക്ക് യാത്രയായി. എന്ന് വെച്ചാൽ ഇവിടെ മുഴുവനും പ്രശ്നങ്ങളും പരീക്ഷകളും ദുരിതങ്ങളും ഒക്കെയാണ്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഇനി ഇതൊന്നും ഇല്ലാത്ത ഒന്നിലേക്ക് പോകുന്നു, വേദനയില്ലാത്ത ലോകത്തേക്ക് യാത്രയായി എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെങ്കിലും ബൈബിൾ പറയുന്നു അതിനുശേഷമുള്ള അവസ്ഥ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചതനുസരിച്ച് തീയും ഗന്ധവും കത്തുന്ന ഒരു പൊയ്കയിലേക്ക് പോകുന്നു. എന്ന് വെച്ചാൽ അത് ഒരു പരീക്ഷ എഴുതുന്നതിനേക്കാൾ എത്ര ഭയങ്കരമാണ്. ഒരിക്കലും ഇനി വീണ്ടെടുപ്പില്ലാത്ത, തിരിച്ചു വരാൻ കഴിയാതെ. യേശു തന്നെ നരകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കെടാത്ത തീയും ചാകാത്ത പുഴുവും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ആ തീയിലങ്ങ് വെന്ത് തീർന്നു പോരുന്നെങ്കിൽ, എക്സ്റ്റിങ്ക്റ്റ് ആയിരുന്നെങ്കിൽ, ഇനി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ ചാകാത്ത പുഴുക്കളും എന്ന് പറഞ്ഞാൽ ഈ തീക്കകത്തും ചാകാത്ത പുഴുക്കൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഹൊറർ, അതിൻ്റെ ഭയാനകത എന്താണെന്നാണ് യേശു പറഞ്ഞത്. കരച്ചിലും പല്ലുകടിയും അവിടെ ഉണ്ടാകും. അവിടെ ചെല്ലുമ്പോഴും പല്ലുണ്ടാവും, അവിടെ ചെല്ലുമ്പോഴും കരയും. നമ്മൾ തന്നെ ഇറക്കിയിട്ടുള്ളൊരു CD ഓർക്കുന്നുണ്ട്, ക്ഷമ ഓർക്കുന്നുണ്ടായിരിക്കും. ദ ഡെഡ് ബട്ട് നോട്ട് ഡെഡ്, മരിച്ചിട്ടും മരിക്കാത്തവർ. നിങ്ങൾക്ക് ആ CD കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിളിച്ചു പറയണം. ആ CD നിങ്ങൾ വാങ്ങി നിങ്ങൾ കേൾക്കണം. യേശു കർത്താവ് പറഞ്ഞൊരു ഉപമയാണ് ധനവാന്റെയും ലാസറിന്റെ ഉപമ. 100 രൂപ DD ആയിട്ടോ MO ആയിട്ടോ അയച്ചു കഴിഞ്ഞാൽ, ആ പേര് പറഞ്ഞ് നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ CD ഓഫീസിൽ നിന്ന് അയച്ചു തരുന്നതാണ്. റൈറ്റ്. അപ്പോൾ അത് കരസ്ഥമാക്കുക. അതിൽ ഈ ധനവാന്റെ ലാസറിന്റെ ഉപമയിൽ യേശു വ്യക്തമായി നരകത്തെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് ഒരു പിക്ചർ നൽകുന്നുണ്ട്. പലരും അതിനൊരു ഉപമയായിട്ട്, ഞാനും ഉപമയെന്നാണ് പറഞ്ഞത്, പക്ഷേ അത് ഉപമയല്ല, യഥാർത്ഥത്തിൽ നടക്കുന്നൊരു സംഭവമാണ്. അത് വായിക്കുമ്പോൾ മനസ്സിലായി ഇതിൻ്റെ ഭീകരത എന്താണ്. നമ്മൾ ഇവിടെ നിന്ന് ഒളിച്ചോടുമെങ്കിൽ എവിടെ ചെന്നാൽ വീഴുന്നത്. നമ്മൾ സാധാരണ പറയും വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് എന്ന് പറഞ്ഞാൽ അതൊക്കെ സാധാരണ ഇവിടുത്തെ കാര്യം. എന്നാൽ നിത്യമായ ഒരു നരകത്തിലേക്ക്, ഒരിക്കലും അതിൽ നിന്ന് മോചനമില്ലാത്തൊരു അനുഭവത്തിലേക്ക് ഇതെല്ലാം അഡ്വാൻസായി കർത്താവ് വ്യക്തമായി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ എപ്പിസോഡുകളിലൂടെ ഒന്നുകൂടെ ഞങ്ങളത് എടുത്തു പറയുകയാണ്. ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. അറിഞ്ഞില്ല എന്ന് പറയരുത്. ആത്മഹത്യ ചെയ്താൽ ക്രിസ്തുവില്ലാത്തൊരു അനുഭവത്തിലേക്ക് ചെന്ന് വീഴുമ്പോൾ ഉള്ള ഭീകരമായ അനുഭവം വ്യക്തമായി യേശു തന്നെ തൻ്റെ സ്വന്തം വാ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് ബൈബിൾ ഉടനീളമുണ്ട്. ഏറ്റവും അവസാനത്തെ അധ്യായത്തിനോടടുത്ത്, അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ പുസ്തകത്തിലാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ ഇത് വായിച്ചത്. ഇതെല്ലാം വാർണിങ്ങും കിട്ടിയിരിക്കെ ദൈവം നമ്മുടെ ജീവിതം ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരിക്കെ ഏത് പ്രശ്നം വന്നാലും കർത്താവ് ഇങ്ങനെ വരെ പറഞ്ഞു, അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരെ എൻ്റെ അടുക്കൽ വാ. എന്തിനാ? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ നുകം, ചുമട് ഇതെല്ലാം ലഘുവാണ്, ഭാരം കുറഞ്ഞതാണ്. നിങ്ങൾ ഇന്ന് അതിനേക്കാൾ വളരെ ലൈറ്റായിട്ടുള്ള രീതിയിൽ ആശ്വസിപ്പിച്ച് എന്നോട് കേട്ടത് പഠിക്ക്. അങ്ങനെ കർത്താവ് നമ്മളെല്ലാവരും, യേശു നമ്മളെല്ലാവരും വിളിക്കുക. യേശുവിൻ്റെ അടുക്കൽ വന്നാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ട്. അത് ദാമ്പത്യ പ്രശ്നമായിരുന്നാലും, സാമ്പത്തിക പ്രശ്നമായിരുന്നാലും, ജോലിയിലെ പ്രശ്നമായിരുന്നാലും, ഇനി ഒരു ലവ് അഫെയറിൻ്റെ പ്രശ്നമായിരുന്നാലും, പരീക്ഷയിലെ തോൽവിയായാലും എന്തായിരുന്നാലും കർത്താവിൻ്റെ അടുക്കൽ ഒരു വലിയ വിടുതലും പരിഹാരവും ഉണ്ട്. നമ്മുടെ ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് നമ്മുടെ ദൈവം രക്ഷിക്കുവാൻ ശക്തൻ. ഹി ഈസ് ഏബിൾ ടു സേവ്. നമ്മളെ വിടുവിക്കുവാൻ, പൂർണ്ണമായും നമ്മളെ രക്ഷിക്കുവാൻ അവൻ ശക്തൻ എന്നാണ് ബൈബിൾ പറയുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് ആത്മഹത്യ കൊണ്ട് ഒന്നിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യമല്ല. രക്ഷപ്പെടും എന്ന് വിചാരിക്കുമ്പോഴും അതിനപ്പുറത്തുള്ള ഭീകരമായ ചിലതിലായിരിക്കും ചെന്ന് വീഴാൻ പോകുന്നത്. മാത്രമല്ല ദൈവം ദീർഘമായി ക്ഷമിക്കുന്നവനാണ്, കൃപയുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞാലും യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കൃപ പാപം ചെയ്യാനുള്ളൊരു ലൈസൻസായി നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകാൻ. ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യെസ് ലോർഡ്. ദൈവമേ, ഞങ്ങൾ ഒന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഞങ്ങൾക്ക് തന്ന ഈ ജീവൻ എടുക്കുവാൻ ഞങ്ങൾക്ക് അധികാരമില്ലെന്നും, കർത്താവെ, അങ്ങ് തന്ന ജീവനെ അങ്ങയുടെ സന്നിധിയിലെത്തും വരെ ഈ ഭൂമിയിൽ അങ്ങയുടെ പദ്ധതികൾക്ക് അനുസരിച്ച് ജീവിക്കണമെന്നും ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കർത്താവെ, ഞങ്ങളിൽ ആരെങ്കിലും കർത്താവെ ഇതുപോലെ ആത്മഹത്യ ആണ് പരിഹാരം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ
അവരുടെ ഉള്ളിൽ നിന്ന് ആ ധാരണകളെ എല്ലാം അങ്ങ് എടുത്തു മാറ്റി കർത്താവെ, യേശുവിന്റെ ശരിയായ വിശ്വാസത്തിലേക്ക്, യഥാർത്ഥ ആ പെർസ്പെക്റ്റീവിലേക്ക്, യഥാർത്ഥ ആ ലക്ഷ്യത്തിലേക്ക് ഈ ജനങ്ങൾ വന്നു ചേരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ സംസ്ഥാനത്ത് നിന്ന്, ഞങ്ങളുടെ ജില്ലകളിൽ നിന്ന്, ഞങ്ങളുടെ മഹാരാജ്യത്ത് നിന്ന് കർത്താവെ, ആത്മഹത്യയെ പൂർണ്ണമായും അങ്ങ് തുടച്ചു മാറ്റണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും കർത്താവെ, ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ദേശത്തിന് അങ്ങ് സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മഹത്യ നിരക്ക് കുത്തനെ കർത്താവെ അത് താഴട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജനങ്ങളുടെ അകത്ത് ജീവിക്കുവാനുള്ള വലിയ പ്രത്യാശയും വിശ്വാസവും, പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനുള്ള ആത്മവിശ്വാസവും അങ്ങ് നൽകണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ ദേശത്ത്, ഞങ്ങളുടെ സംസ്ഥാനത്ത്, ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ രാജ്യത്ത് അതിനു വേണ്ടിയിട്ടുള്ള പുതിയ ചില പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടട്ടെ എന്നും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഈ സമയത്ത് ഈ പ്രാർത്ഥന നടക്കുമ്പോൾ തന്നെ മാനസികമായി വളരെ പ്രയാസത്തിലും അപ്പോൾ തന്നെ പുറത്ത് വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയും ശരീരത്തിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ജെർട്രൂഡ് എന്ന പേരുള്ള ഒരു സഹോദരിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഒരു വലിയ ദൈവിക സമാധാനം ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കർത്താവ് പകരുന്നു എന്ന് മാത്രമല്ല, കർത്താവിൻ്റെ ആത്മാവ് തന്നെ നിങ്ങളെ നടത്തി ശരിയായ നല്ലൊരു ഫ്യൂച്ചറിലേക്ക് കർത്താവ് കൊണ്ടുപോവുകയാണ്. അങ്ങയുടെ നാമത്തിൽ കർത്താവ് ആ സഹോദരിയെ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ എല്ലാ രോഗികൾക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ മരണകരമായ രോഗങ്ങളിൽ നിന്ന് കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ. കിടപ്പ് രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ എഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. ഒരു ആക്സിഡൻറ്റിന് ശേഷമായി വല്ലാതെ ശരീരം തകർന്ന് ഇരിക്കുന്ന, ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു സഹോദരനെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം നടക്കട്ടെ. ആസ്മ രോഗം സൗഖ്യമാകട്ടെ. നട്ടലിൻ്റെ ഡിസ്കുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹിപ്പ് ജോയിൻറ്റിനുള്ള പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കണ്ണുകൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ഫൈബ്രോയിഡ്, യൂട്രസിനകത്തുള്ളത് സൗഖ്യമാകട്ടെ. ഓവറിലുള്ള സിസ്റ്റുകൾ സൗഖ്യമാകട്ടെ. ഗോൾ ബ്ലാഡർ സൗഖ്യമാകട്ടെ. പാൻക്രിയാസ് സൗഖ്യമാകട്ടെ. ഷുഗർ നോർമലാകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ പ്രഷർ, ബ്ലഡ് പ്രഷർ നോർമലാകട്ടെ. ഇന്റേണൽ എക്സ്റ്റേണൽ ഓർഗൻസിലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അലർജീസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വലിയ വിടുതലുകൾ കർത്താവെ നിന്റെ ജനത്തിന് അങ്ങ് നൽകിയതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. മറക്കരുത്, അടുത്ത വ്യാഴാഴ്ച, അടുത്ത ആഴ്ചയിൽ വ്യാഴാഴ്ചയാണ് നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ മെഗാ ഫെസ്റ്റിവൽ കൊച്ചിയിൽ നടക്കുന്നത്. തീർച്ചയായും എല്ലാവരും വന്ന് സംബന്ധിക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഇതിൽ സ്ട്രിപ്സായും പല രീതികളിൽ നിങ്ങൾ അനൗൺസ്മെൻറ്റ്സ് ആയിട്ട് കാണുന്നുണ്ട്. അതെല്ലാം കുറിച്ച് വെച്ച് നേരത്തെ പ്ലാനുകൾ തയ്യാറാക്കി വരിക. സൂയിസൈഡ് സൊല്യൂഷൻസ് എന്നുള്ള ഈ പരമ്പര നാളെ അവസാനിക്കുകയാണ്. നാളെ അവസാനത്തെ എപ്പിസോഡാണ്. വളരെ അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നെവർ മിസ് ടുമോറോസ് എപ്പിസോഡ്. മറ്റുള്ളവരോട് കൂടി ഇതിനെക്കുറിച്ച് പറയണം. ഗോഡ് ബ്ലെസ് യു. ബൈ. ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് ടുഡേ പ്രേക്ഷകർക്കായി ബ്ലെസ്സിംഗ് ടുഡേ മെഗാ ഫെസ്റ്റിവൽ 2012 ദൈവവചനം ആഴത്തിൽ പഠിക്കുവാനും യേശുവിൽ കൂടുതൽ വളരുവാനുമായി അനുഗ്രഹത്തിന്റെ 4 നാളുകൾ. ബ്ലെസ്സിംഗ് ടുഡേ മെഗാ ഫെസ്റ്റിവൽ 2012 ഓഗസ്റ്റ് 30 വ്യാഴം മുതൽ സെപ്റ്റംബർ 2 ഞായർ വരെ കൊച്ചി ഇടപ്പള്ളി ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 9 വരെ വിവിധ സെഷനുകൾ, ആരാധനാവേളകൾ, ദൈവവചന ശുശ്രൂഷകൾ, രോഗസൗഖ്യ ശുശ്രൂഷകൾ. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. ഈ മഹായോഗത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. താമസ സൗകര്യ ക്രമീകരണത്തിനായി വിളിക്കുക 0484 4222 111. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ സാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രശ്നം, എന്ത് പ്രശ്നമാണേലും ദാറ്റ് ഈസ് ടെമ്പററി.
പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4 222 111 0484 422 111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.